കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോട്. സാങ്കേതിക സഹായം ബോണി ജെ ബേസി. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോട്. ഫസ്റ്റ് ഇംപ്രഷനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്തിന്റെ ആയാലും തുടക്കം നന്നായാൽ പകുതി നന്നായി എന്നല്ലേ പറയപ്പെടുന്നത്? അതുപോലെയാണ് ഒരാളെ ആദ്യം കണ്ടുമുട്ടുമ്പോഴും തന്നെ സമീപിക്കുന്നയാളെ മനസ്സിൽ പിടിച്ചതെങ്കിൽ നാം സംസാരിക്കുവാൻ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ താല്പര്യം കാണിക്കാതെ ഒഴിഞ്ഞു മാറും. അങ്ങനെയല്ലേ നാം എല്ലാം ചെയ്യാറുള്ളത്? ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ആദ്യ കാഴ്ച മനോഭാവത്തിന്റെ പിന്നിൽ ചില മനഃശാസ്ത്ര തത്വങ്ങളുണ്ട്. ഒരാളുടെ മുന്നിലേക്ക് എത്തുന്ന വ്യക്തിയെക്കുറിച്ച് 45 സെക്കൻഡിനുള്ളിൽ ഒരു മനോഭാവം ഉണ്ടാകുമെന്നാണ് മനഃശാസ്ത്ര ഗവേഷകർ പറയുന്നത്. ആദ്യ കാഴ്ച മനോഭാവം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നതായി മാറണമെങ്കിൽ ചില കാര്യങ്ങൾ അറിയണം, അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കണമെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് വേഷവിധാനമാണ്. നമുക്ക് ഏവർക്കും ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം വസ്ത്രധാരണത്തിലൂടെ പ്രകടമാകണം. എപ്പോഴും വസ്ത്രങ്ങൾ വൃത്തിയും വെടിപ്പുള്ളതുമായി ആകർഷകമായിരിക്കണം. അത് ധരിക്കേണ്ടത് നല്ല രീതിയിലുമായിരിക്കണം. അത്യാവശ്യം മേക്കപ്പേ ആകാവൂ. ഉപയോഗിക്കുന്ന പാദരക്ഷകൾ, വസ്ത്രങ്ങളുടെ നിറം, തലമുടി ചീതി ഒതുക്കൽ, ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സ്ത്രീകൾ വലിയ ഹീലുള്ള ചെരുപ്പുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ആഭരണങ്ങൾ കുറച്ചേ ഉണ്ടാകാവൂ. അരോചകമെന്ന് തോന്നുന്നതെല്ലാം ഒഴിവാക്കണം. ഒരാളുടെ നിൽപ്പ്, നടത്തം, ഇരിപ്പ് എന്നിവയെല്ലാം വ്യക്തിത്വം പ്രകടമാക്കുന്ന ഘടകങ്ങളാണ്. തല ഉയർത്തി നിൽക്കാനും കസേരയിൽ ഇരിക്കുമ്പോൾ തല ഉയർത്തി ശരിയായ രീതിയിൽ ഇരിക്കുവാനും ശീലിക്കണം. മുഖത്ത് ആത്മവിശ്വാസം സ്ഫുരിക്കണം. ആംഗ്യങ്ങൾ ആശയപ്രകടനത്തെ സഹായിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിലതുകൂടിയുണ്ട്. ആദ്യമായി സംസാരിക്കുന്ന ആളുമായുള്ള അകലമാണ്. ഒരാൾ നമ്മുടെ മുഖത്തിന് തൊട്ടടുത്ത് വന്ന് സംസാരിച്ചാൽ നാം ഇഷ്ടപ്പെടുമോ? ഇല്ല. സംസാരിക്കുന്ന ആളുമായുള്ള ദൂരം കൂടിയാലും പ്രശ്നമാണ്. സംസാരത്തിൽ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാകില്ല. 3 അടി മുതൽ 5 അടി വരെയുള്ള ദൂരപരിധിക്കകത്ത് നിന്ന് സംസാരിക്കുന്നതായിരിക്കും ഉത്തമം. എത്ര കോപം മനസ്സിലുണ്ടെങ്കിലും ചെറു പുഞ്ചിരിയോടെയും വിനയത്തോടെയും മാത്രമേ സംസാരിക്കാൻ തുടങ്ങാവൂ. നാം സമീപിക്കുന്ന വ്യക്തി എങ്ങനെ പ്രതികരിക്കുമെന്ന് മുൻവിധി വേണ്ട. ശുഭാപ്തി വിശ്വാസത്തോടെ സംസാരം തുടങ്ങുക. പരിഭവവും പരാതിയും ഒഴിവാക്കുക. സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കണം. ഒന്നിൽ കൂടുതൽ ആളുകളോട് സംസാരിക്കണമെങ്കിൽ അവരുടെ കണ്ണിൽ മാറി മാറി നോക്കി സംസാരിക്കണം. മനഃപൂർവ്വമായി നോക്കുന്നുവെന്ന് തോന്നുകയും വരുത്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരും സംസാരിച്ചു തുടങ്ങുമല്ലോ. ആ സമയം സംസാരിക്കാതെ നല്ല കേൾവിക്കാരനാകണം. അത് അവർ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടും. ഇങ്ങനെയാകുമ്പോൾ അയാളിന്റെ മനസ്സിൽ ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ടാവും. ഇതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ നോക്കൂ. നിങ്ങളുടെ വ്യക്തിത്വം ആകർഷകമാകും. എല്ലാ വിജയവും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും.